ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനം. അധ്യാപകനായി ജീവിതം ആരംഭിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി പദം വരെ എത്തിയ വിശിഷ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അധ്യാപകന്റെ സാമൂഹിക ഉത്തരവാദിത്വവും കർത്തവ്യവും ശക്തിപ്പെടുത്താൻ കഴിയണമെന്ന് അധ്യാപക ദിനം ആഹ്വാനം ചെയ്യുന്നു. പ്രധാന വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രധാന ചാലക ശക്തി അധ്യാപക വൃത്തിയെന്ന് MK രാഘവൻ MP. അധ്യാപക ദിനത്തിൽ KSTA പ്രതിഷേധം. സമ്പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെട്ട് BJPയും പോഷക സംഘടനകളും സമരം ശക്തമാക്കുന്നു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉപരോധിച്ചു. നഗരം ഓണാഘോഷത്തിൽ. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രധാന ചാലകശക്തി അധ്യാപക വൃത്തിയാണെന്ന് MK രാഘവൻ MP. പഠിച്ച് അധ്യാപകരാവുകയും മരണം വരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകർ ഈ പേര് അന്വർത്ഥമാക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു. നടക്കാവ് ഗവൺമെന്റ് TTIയിൽ നടന്ന അധ്യാപക ദിനാചരണ പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യാപക ദിനാഘോഷം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. നടക്കാവ് വനിതാ TTIയിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രധാന ചാലകശക്തി അധ്യാപക വൃത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പഠിച്ച് അധ്യാപകരാവുകയും മരണം വരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകർ ഈ പേര് അന്വർത്ഥമാക്കുന്നവരാണെന്നും MP കൂട്ടിച്ചേർത്തു. ജീവിത അവസാനം വരെ ഗുരുഭൂതന്മാരെ സാറെന്ന് വിളിക്കുന്ന ഏക മേഖല അത് അധ്യാപക മേഖല മാത്രമാണ്. അവിടെ അന്ത്യം വരെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ എനിക്ക് തോന്നുന്നു അധ്യാപകർക്കുള്ളതുപോലെ സ്ഥാനം മറ്റാർക്കുമില്ല. വിദ്യാഭ്യാസ പ്രക്രിയ ഏറ്റവും വലിയ ഒരു ചാലകശക്തി അധ്യാപക വൃത്തിയാണ്. കുട്ടികളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള കുട്ടികളുടെ സ്വഭാവ വൽക്കരണത്തിൽ അതിപ്രധാനമായ റോൾ വഹിക്കുന്ന അധ്യാപകർ. പ്രമുഖ സാഹിത്യകാരൻ PR നാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ദീർഘകാലം അധ്യാപകരായി സേവനമനുഷ്ഠിച്ച് ഇന്ന് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ, സ്കൌട്ട്സ് ജില്ലാ കമ്മീഷണർ KK സഹീർ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. DEOയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് UK രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. MV ജോർജ്, PV പുരുഷു, സ്കൂൾ ലീഡർ റിയാസ് എന്നിവർ സംസാരിച്ചു. ബാബു തത്തക്കാടൻ, N ബഷീർ, PN കനകകുമാരി എന്നിവരും സംബന്ധിച്ചു. അധ്യാപക ദിനത്തിൽ KSTA നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മലപ്പുറം മുന്നിയൂർ ഹൈസ്കൂളിൽ അധ്യാപകൻ അനീഷിന്റെ മരണത്തിന് ഉത്തരവാദികളായ മാനേജർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിൽ അധ്യാപക ദിനാഘോഷം നടക്കുന്ന വേദിയിൽ ശക്തമായ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത്. മലപ്പുറം ജില്ലയിലെ മുന്നിയൂർ ഹൈസ്കൂളിലെ അനീഷ് മാസ്റ്ററുടെ മരണത്തിന് ഉത്തരവാദിയായ സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കാത്തതിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യാപക വിരുദ്ധ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് അധ്യാപകരും ജീവനക്കാരും ജില്ലകളിൽ അധ്യാപക ദിനാഘോഷം നടക്കുന്ന വേദികളിൽ ശക്തമായ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. KSTA സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരമാണ് എല്ലായിടങ്ങളിലും പ്രതിഷേധം നടന്നത്. KK അനീഷിന്റെ മരണത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തുക, അധ്യാപകന്റെ മരണത്തിന് ഉത്തരവാദിയായ മുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റും
മുസ്ലിം ലീഗ് നേതാവുമായ സ്കൂൾ മാനേജരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രതിഷേധ പ്രകടനവും ധർണയും അധ്യാപക ദിനാഘോഷം നടക്കുന്ന വേദികളിൽ നടന്നു. കോഴിക്കോട് വനിതാ ടിടിയിൽ നടന്ന അധ്യാപക ദിനാഘോഷ പരിപാടിയിലും KSTA പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള, KK രഘുനാഥ്, EM രാധാകൃഷ്ണൻ, PK സതീശൻ, K മനോജ്, P രജനി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി എത്തിയത്. കോഴിക്കോട് ജില്ലയിൽ വടകര, പേരാമ്പ്ര, താമരശ്ശേരി എന്നീ ഉപജില്ലകളിലും പ്രതിഷേധ പരിപാടികൾ നടന്നു. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ ബീവറേജ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലേക്ക് BJP മഹിളാ മോർച്ച, യുവമോർച്ച പ്രവർത്തകർ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. പാവമണി റോഡ്, കൊയിലാണ്ടി, ചെറുവണ്ണൂർ എന്നിവിടങ്ങളിലായിരുന്നു പ്രതിഷേധം. സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാവമണി റോഡിലെ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ വനിതാ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ മദ്യനയം വഞ്ചനയാണെന്നും സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ഏർപ്പെടുത്തേണ്ടതെന്നും P രഘുനാഥ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് ഗ്രൂപ്പ് വൈര്യത്തിന്റെ മത്സരം മാത്രമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യ നയത്തിലെ ആ വഞ്ചന തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഈ സമരം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും പോഷക സംഘടനകളും ഉദ്ദേശിക്കുന്നത്. MC ശശീന്ദ്രൻ, രമണി ബായ്, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ശോഭ രാജൻ, ജയ സദാനന്ദൻ, PK ശാന്ത, ഇന്ദിര, K ബിന്ദു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. BJP ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവണ്ണൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റിന് മുൻപിൽ ഉപരോധം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി സ്മിജിത് K അധ്യക്ഷം വഹിച്ചു. M പ്രദീപ് കുമാർ, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, യോഗേഷ്, P വാസുദേവൻ, പ്രബീഷ് മാറാട്, നിഷാന്ത് കുമാർ, ശിവരാമകൃഷ്ണൻ, രഗീഷ് തറയിൽ, P ഷൈമ, മുടക്കയിൽ ശക്തിധരൻ, K സുശീല ജയൻ, ഷാബുലാൽ, ഗിരീഷ്, ഷിബു എന്നിവർ നേതൃത്വം നൽകി. അത്തം മുതൽ ചതയം വരെ മദ്യനിരോധനം ഏർപ്പെടുത്തുക എന്നാവശ്യപ്പെട്ട് കൊയിലാണ്ടി കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തുകയും ഔട്ട്ലെറ്റ് പൂട്ടിക്കുകയും ചെയ്തു. കൊയിലാണ്ടി BJP മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രവർത്തകർ ഔട്ട്ലെറ്റ് പൂട്ടിച്ചത്. BJP ജില്ലാ സെക്രട്ടറി VK ജയൻ, മണ്ഡലം പ്രസിഡന്റ് വായനാരി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം VK പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഹോട്ടലുകളിലുള്ള മദ്യം നിർത്തലാക്കി എന്ന് പറയുമ്പോഴും 80% മദ്യം. കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഓണാഘോഷത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി തട്ടിപ്പ് നടത്തിയതായി പരാതി. ഒരു സന്നദ്ധ സംഘടനയ്ക്കെതിരെയാണ് പരാതി. പരാതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് മെഡിക്കൽ കോളേജ് CI ഉല്ലാസ് പറഞ്ഞു. രോഗികൾക്ക് കൊടുക്കാനായി എത്തിച്ചത് പഴകിയ വസ്ത്രങ്ങളാണെന്ന ആക്ഷേപവും ഉണ്ട്. കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വെള്ളിയാഴ്ചത്തെ ഓണാഘോഷ പരിപാടികൾ രസിക ക്രിയേഷൻസ് എന്ന സംഘടനയാണ് സ്പോൺസർ ചെയ്തിരുന്നത്. ഇതിനായി സംഘടന പണപ്പിരിവ് നടത്തിയതായും പറയപ്പെടുന്നു. എന്നാൽ രാവിലെ ആശുപത്രിയിൽ ഇവരെത്തിച്ചത് പഴകിയ വസ്ത്രങ്ങളായിരുന്നു. മാത്രമല്ല 1000 പേർക്ക് ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞവർ 100 പേർക്ക് പോലും തികയാത്ത ഭക്ഷണമാണ് എത്തിച്ചത്. ചതി മനസ്സിലാക്കിയ ആശുപത്രി സൂപ്രണ്ടും മറ്റും ഉടൻ ഇടപെട്ട് വീണ്ടും ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും എത്തിച്ച് ഓണസദ്യ ഒരുക്കുകയാണ് ഉണ്ടായത്. സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയ മെഡിക്കൽ കോളേജ് CI ഉല്ലാസ് സരിക ക്രിയേഷൻസ് ഭാരവാഹികൾ എത്തിച്ച വസ്ത്രങ്ങൾ പരിശോധിച്ചു. CIയുടെ ചോദ്യങ്ങൾക്ക് ഭാരവാഹികളായ രവിയും ലിനീഷും കൃത്യമായ മറുപടിയും നൽകിയില്ല. സംഭവത്തെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും സംഘടനയെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും CI പറഞ്ഞു. തുടർന്ന് ആശുപത്രി അധികൃതരുടെ മേൽനോട്ടത്തിലാണ് ഓണാഘോഷങ്ങൾ നടന്നത്. ജില്ലാ സബ് ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. ആദ്യം വിളിച്ചതെന്നമ്മ, അമ്മിഞ്ഞ പാലുനുകരുന്ന കുഞ്ഞിനെ അമ്മ വിളിച്ചെന്നു കള്ളൻ. അമ്മിഞ്ഞ പാലുനുകരുന്ന കുഞ്ഞിനെ അമ്മ വിളിച്ചെന്നു കള്ളൻ. അച്ഛനോട് അമ്മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മിടുക്കനീ കള്ളൻ. ആശുപത്രി സൂപ്രണ്ട് രവികുമാർ, സ്വാതന്ത്ര്യ സമര സേനാനി വാസു, ഡോക്ടർ കൃഷ്ണകുമാർ, ആർസു, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ MP അബ്ദുൽ സമദ് സമദാനി MLAയും AK ശശീന്ദ്രൻ MLAയും സമയം വൈകിയതിനാൽ പരിപാടിയിൽ പങ്കെടുക്കാതെ പോവുകയായിരുന്നു. വാർത്തകളിൽ ഇടവേള.
ഇടറാതെ കാലിടറാതെ ഉറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലികളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, കൈകൊട്ടിക്കളിയുടെ ഈണമില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം, കല്യാൺ സിൽക്സ് ഒരുക്കുന്ന വർണ്ണങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ്. ഒത്തൊരുമിക്കാൻ, ഓണമൊരുക്കാം കല്യാൺ സിൽക്സിനൊപ്പം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ പുതിയൊരു ഘട്ടത്തിന് തുടക്കമിടാനുള്ള ശ്രമത്തിലാണ് ജില്ലാ പഞ്ചായത്തും സാക്ഷരതാ മിഷനും. ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കമിട്ട ഉണർവ് എന്ന പ്രാഥമിക വിദ്യാഭ്യാസ പരിപാടിയാണ് സർക്കാർ ഏറ്റെടുത്ത് അതുല്യം എന്ന പേരിൽ നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ ആബാലവൃന്ദം ജനങ്ങൾക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. 2015ഓടെ ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കാനത്തിൽ ജമീല പറഞ്ഞു.
നമ്മുടെ പ്രേരകന്മാർ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് സാക്ഷരത ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗവൺമെന്റ് വരുമ്പോഴും മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും സാക്ഷരത മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ശ്യാംലാൽ, നജീബ് കാന്തപുരം, കാവിൽ P മാധവൻ, സിജു താനിക്കുഴി, സാജു ജോൺ, മനോജ് സെബാസ്റ്റ്യൻ എന്നിവരും സംബന്ധിച്ചു. കൊയിലാണ്ടി പാലക്കുളത്ത് വീടിന് തീപിടിച്ചു. വീടിനോട് ചേർന്നുള്ള തേങ്ങാക്കൂടിൽ നിന്നാണ് തീ പടർന്നത്. വടകരയിൽ നിന്നും ഫയർ യൂണിറ്റ് എത്തി തീയണച്ചു. വീടിന് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുടമ പറഞ്ഞു. കൊയിലാണ്ടി പാലക്കുളത്ത് ആശാരിക്കണ്ടി ദാമോദരന്റെ വീടിന് കാലത്ത് 10 മണിയോടുകൂടി തീപിടിച്ചു. തേങ്ങാക്കൂടിനാണ് തീപിടുത്തമുണ്ടായത്. വടകരയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വീടിന് വ്യാപകമായി കേടുപറ്റിയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി വീട്ടുടമ പറഞ്ഞു. കൊയിലാണ്ടിയിൽ തന്നെ ഫയർഫോഴ്സ് സംവിധാനമില്ലാത്തത് ദുരന്തങ്ങളുണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുന്നതായി നാട്ടുകാരിൽ പരാതിയുണ്ട്. കോഴിക്കോട് തിരുവള്ളൂരിലെ പാട്ടുപുര നാണു കുട്ടികൾക്ക് പൂക്കൊട്ട നിർമ്മിക്കുന്നത് പരിശീലിപ്പിക്കുകയാണ്. തെങ്ങോലകൾ കൊണ്ടുള്ള പൂക്കൊട്ട നിർമ്മാണം നാണുവിന് ഒരു പ്ലാസ്റ്റിക് വിരുദ്ധ പോരാട്ടം കൂടിയാണ്. കുരുത്തോലയിൽ പൂക്കൊട്ടയുണ്ടാക്കി അതിൽ കുട്ടികൾ പൂപറിച്ച് പൂക്കളം തീർത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കടയിൽ പൂക്കളം ഒരുക്കാനായി ഇത്രയേറെ പൂക്കളന്ന് വിൽപ്പനയ്ക്കില്ലായിരുന്നു. തൊടിയിലും കാട്ടിടവഴികളിലും പൂവുകൾ ശേഖരിക്കാൻ കുട്ടികൾ മുൻകൂട്ടി പൂക്കൊട്ടയുണ്ടാക്കുമായിരുന്നു. മുതിർന്നവരാണ് കുട്ടികൾക്ക് പൂക്കൊട്ട ഉണ്ടാക്കി നൽകിയിരുന്നത്. കാലം മാറിയതോടെ മലയാളി ഓണക്കാലത്തെ പൂവിടൽ ശീലം മറന്നെങ്കിലും പൂപറിക്കാൻ തൊടിയിലേക്ക് ഇറങ്ങുന്നത് നിർത്തി. അങ്ങനെ കുട്ടികൾ പൂക്കൊട്ടയും തുമ്പയും അതിരാണിയും മുക്കുറ്റിയും മറന്നു. നമ്മുടെ പഴയകാല നന്മയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമെന്ന നിലയ്ക്കാണ് നാണു കുട്ടികൾക്ക് പൂക്കൊട്ട നിർമ്മിക്കുന്നത് പഠിപ്പിക്കുന്നത്. പഠനത്തിന്റെ ഇടവേളകളിൽ സ്കൂളുകളിലും മറ്റു സമയങ്ങളിലും വീട്ടിലും കുട്ടികൾക്ക് നാണു പൂക്കൊട്ട നിർമ്മിക്കാൻ പരിശീലിപ്പിക്കുകയാണിപ്പോൾ. ടൗണുകളിൽ പോയി പൈസ കൊടുത്ത് പൂ മേടിക്കുന്ന, കൃഷി ചെയ്യുന്ന വിഷപുഷ്പങ്ങൾ മേടിക്കേണ്ട ഒരു സമൂഹത്തിന് നാടൻ പൂക്കളെ പരിചയപ്പെടുത്തുക. കാക്കയും തുമ്പയും മുക്കുറ്റിയും പോലുള്ള പൂക്കൾ നമ്മുടെ നാട്ടിൽ പൂക്കൊട്ട നിർമ്മിച്ച് ശേഖരിക്കുന്ന പഴയകാല ഓണത്തിന് വരവേൽക്കുന്ന യഥാർത്ഥ രീതിയിലെ ഓണം ഏതെങ്കിലും പരിസ്ഥിതിയായിട്ട് ഇണങ്ങുന്ന പൊതുസമൂഹത്തിന് പഴയകാലത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കൊട്ട നിർമ്മിക്കുന്നത്. നാടൻ പാട്ടുകളും നാട്ടറിവുകളും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ സദാ വ്യാപൃതനാണ് നാണു പാട്ടുപുര. പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ ശേഖരവുമായി മിക്ക സ്കൂളുകളിലും നാണു എത്താറുണ്ട്. നാണുവിന്റെ നാട്ടിലെ കുട്ടികൾ ഇപ്പോൾ തെങ്ങോല കൊണ്ടുള്ള പൂക്കൊട്ടയിലാണ് പൂക്കൾ ശേഖരിക്കുന്നത്. മറ്റൊരോണക്കാലത്ത് കുട്ടികൾ കൈവിടുന്ന പൂക്കൊട്ട നിർമ്മാണം അവരെ പഠിപ്പിച്ച് തനിമ നിലനിർത്താനുള്ള ശ്രമം കൂടി നടത്തുകയാണ് ഇദ്ദേഹം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ശ്രീനാരായണ സെന്റിനറി ഹാളിൽ പൂക്കള മത്സരം, കമ്പവലി, ഓണസദ്യ, കുടുംബാംഗങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ എന്നിവ ഒരുക്കിയിരുന്നു. മലയാളികൾ സന്തോഷത്തോടെ കുടുംബസമേതം തിരുവോണത്തെ വരവേൽക്കുമ്പോൾ ജോലി തിരക്കിനിടയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഓണം ആഘോഷിക്കുവാൻ എല്ലാ പോലീസ് സേനാംഗങ്ങൾക്കും സാധിക്കാറില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പോലീസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ സെൻട്രൽ ഹാളിൽ വെച്ച് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പൂക്കുള മത്സരം, കമ്പവലി, ഗാനമേള, കുടുംബാംഗങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ, ഓണസദ്യ എന്നിവ ഒരുക്കിക്കൊണ്ടാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷന്റെയും സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി, സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്, MK രാഘവൻ MP എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സിറ്റി പോലീസിന്റെ എല്ലാവിധ ഓണാശംസകളും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഓണാശംസ എല്ലാ വിഭാഗങ്ങൾക്കും നേരിടുന്നു. ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ രജീന്ദ്ര ബാബു P, കൺവീനർ P. സൂരജ്, KPOA ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ, KPA പ്രസിഡന്റ് വിനായകൻ, സെക്രട്ടറി ജയരാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൂക്കള മത്സരത്തിൽ കൺട്രോൾ റൂം ട്രാഫിക് യൂണിറ്റുകൾ 1ാം സ്ഥാനത്തും AR ക്യാമ്പ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പുരുഷ വിഭാഗം കമ്പവലിയിൽ കൺട്രോൾ റൂം ട്രാഫിക് സെക്ഷൻ 1ാം സ്ഥാനവും സൗത്ത് സബ് ഡിവിഷൻ 2ാം സ്ഥാനവും കരസ്ഥമാക്കി.
സ്റ്റേറ്റ് ടെമ്പിൾ ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ പള്ളിപ്പാട്ട് അയ്യപ്പ ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടികൾ കോർപ്പറേഷൻ കൌൺസിലർ കെ സത്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്വകാര്യ സർക്കാർ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തു വരുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് ടെമ്പിൾ ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ പള്ളിപ്പാട്ട് അയ്യപ്പ ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടികൾ കോർപ്പറേഷൻ കൌൺസിലർ കെ സത്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായുള്ള ഒരു ക്ഷേത്രത്തിലെ ശാന്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് CV വിഷ്ണു നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദന വാര്യർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ശ്രീജിഷ് നമ്പീശൻ, ജില്ലാ സെക്രട്ടറി സുധീഷ് നമ്പൂതിരി, മുൻ ജനറൽ സെക്രട്ടറി KC സുനിൽ നമ്പൂതിരി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. സംസ്ഥാന ട്രഷറർ ശ്രീധരൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. കൈത്തറി വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, സെമി പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി, ലെതർ ഉൽപ്പന്നങ്ങൾ, രാമച്ചം ഉൽപ്പന്നങ്ങൾ, 10% ഗവൺമെന്റ് റിബേറ്റ്. കൈരളി ഓണം ഫെയർ 2014 കോഴിക്കോട് തളി ജയ ഓഡിറ്റോറിയത്തിൽ. വാർത്തകൾ തുടരുന്നു. കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സുവനീർ സ്ത്രീഗാഥ MT വാസുദേവൻ നായർ പ്രകാശനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ കുടുംബശ്രീ ഇടപെടണമെന്നും MT അഭിപ്രായപ്പെട്ടു. 16 വർഷം പിന്നിട്ട കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളുമാണ് സുവനീറിൽ. മേയർ AK പ്രേമജം സുവനീർ ഏറ്റുവാങ്ങി. സമൂഹത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കുടുംബശ്രീയിലൂടെ ശാക്തീകരണ പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു. മാലിന്യം നീക്കുന്ന പ്രസ്ഥാനം മാത്രമല്ല കുടുംബശ്രീ. കൂട്ടായ്മയിലൂടെ വലിയ വിജയം വരിച്ച സ്ത്രീമുന്നേറ്റം ഇന്ന് നഗരജീവിതത്തിന്റെ ഭാഗമായി മാറിയതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സുവനീർ സ്ത്രീഗാഥ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേയർ AK പ്രേമജം ആദ്യ പ്രതി ഏറ്റുവാങ്ങി. അപ്പൊ അങ്ങനെ നമ്മുടെ തൊട്ട അയൽപക്കത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് യാതൊരു വിവരവുമില്ലാത്തൊരവസ്ഥയിൽ, വിവരവുമില്ലാത്ത അവസ്ഥയല്ല, നമ്മൾ അറിയേണ്ടതില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കൂടി നമ്മൾ മാറിപ്പോയിരിക്കുന്നു. അത് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ ഈ ഒറ്റപ്പെട്ട മരണങ്ങളോ ഇത് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ മുഖഭാവം തന്നെ, വ്യവസ്ഥ തന്നെ, വികാരം തന്നെ, സംസ്കാരം തന്നെ മാറുക ചെയ്യുന്നു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. MV റംസി ഇസ്മായിൽ സുവനീർ പരിചയപ്പെടുത്തി. A പ്രദീപ് കുമാർ MLA, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജൻ, നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T രജനി, കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോർഡ് അംഗം SP കുഞ്ഞമ്മദ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. നോർത്ത് CDS ചെയർപേഴ്സൺ PP ഷീജ സ്വാഗതവും സൗത്ത് CDS ചെയർപേഴ്സൺ ഷീജ വിനോദ് നന്ദിയും പറഞ്ഞു. സമ്പൽ സമൃദ്ധിയുടെ നാളുകളെ വരവേൽക്കാൻ നന്മയുടെ ഓണം ആശംസിക്കാൻ സാമൂതിരി രാജ ശ്രീ മാനവേദൻ എന്ന KC ഉണ്ണി അനുജൻ രാജ കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഓണാഘോഷത്തിലെത്തി. വിവിധ കലാപരിപാടികളോടെയാണ് അമലാപുരി ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഓണാഘോഷം നടന്നത്. അമലാപുരി ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കോഴിക്കോട് സാമൂതിരി രാജ മഹാമഹിമ ശ്രീ മാനവേദൻ എന്ന KC ഉണ്ണിയനുജൻ രാജയ്ക്ക് സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയും താലപ്പൊലിയോടും കൂടിയാണ് സാമൂതിരി രാജയെ സ്വീകരിച്ചത്. ചാവറ ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ ഫാദർ ജോർജ് പുഞ്ചായിൽ CMI അധ്യക്ഷം വഹിച്ചു. സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സാമൂഹിക നന്മയും പരസ്പര ഭാവനയും വളർത്തിയെടുക്കുവാൻ നിങ്ങളുടെ
പ്രവർത്തനങ്ങൾ വളരെ അധികം പ്രയോജനം ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്നേഹപൂർവമായ ഈ സ്വീകരണത്തിന് തന്നെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഡോക്ടർ കെ മാധവൻകുട്ടി ഓണ സന്ദേശം നൽകി. ജയ ചാക്കോച്ചൻ, ഡോക്ടർ എ അച്യുതൻ, എം രാധാകൃഷ്ണൻ നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചാവറ വനിതാ സാംസ്കാരിക വേദിയുടെ തിരുവാതിരക്കളി, വഞ്ചിപ്പാട്ട്, ചാവറ സ്കൂൾ ഓഫ് ബോളിവുഡ് ഡാൻസിന്റെ നൃത്തസായനം എന്നിവ അരങ്ങേറി. പണിക്കർ സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ജയന്തി ബിൽഡിംഗിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്ന് വിതരണവും നടന്നു. മാടത്തിങ്കൽ വിനോദ് കുമാർ, ദേവരാജ് തച്ചറക്കൽ എന്നിവർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പണിക്കർ സർവീസ് സൊസൈറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പണിക്കർ സർവീസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ ഗിരീഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഈ ഓണസമ്മാനം കൊടുക്കുന്നത് യാതൊരുവിധ ആൾക്കാരെ തരംതിരിച്ചോ അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇത്ര കൂടുതൽ പട്ടിണി കിടന്നോ എന്നോ തരംതിരിച്ചിട്ടല്ല. ഇത് PSSന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്ന് ദേവരാജ് തച്ചറക്കിൽ വിതരണം ചെയ്തു. കീടാരത്തിൽ ഷൺമുഖദാസ് അധ്യക്ഷം വഹിച്ചു. മാടത്തിങ്കിൽ വിനോദ് കുമാർ, ചെലവൂർ ഹരിദാസ പണിക്കർ, ടി അശോകൻ, സരള കൃഷ്ണകുമാർ, രാജേഷ് രാമനാട്ടുകര, ശ്യാമള എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി മറ്റു ചില ഓണവിശേഷങ്ങളിലേക്ക്. ചെറുവണ്ണൂർ ലിറ്റിൽ ഫ്ലവർ AEP സ്കൂളിൽ കഴിഞ്ഞുപോയ നല്ല നാളുകളുടെ ഓർമ്മകൾ ഉണർത്തി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണപ്പാട്ടും ഓണക്കളികളും പുലികളികളും ഓണത്തിന്റെ ഐതിഹ്യ ദൃശ്യാവിഷ്കാരവും ഓണസദ്യയും മാവേലി തമ്പുരാന്റെ നാടുകാണലുമായാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ജോൺസൺ അവേര, പ്രധാനാധ്യാപിക സിസ്റ്റർ ഷിമ്മി, PTA പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, MPTA പ്രസിഡന്റ് സ്മിത, സ്കൂൾ ലീഡർ ബിൻസി എലിബത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് അധ്യാപക ദിനാഘോഷ പരിപാടികളും നടന്നിരുന്നു. അധ്യാപകരെ ആദരിച്ചുകൊണ്ടുള്ള ഗുരുവന്ദനവും ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടന്നു. മാത്തോട്ടം മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. KV വീരൻ ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. K മൊയ്തീൻ, AP ഹസൻ, MK സലീം, CV സാദിഖ്, MM ഉമ്മർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബേപ്പൂർ അൽമനാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പൂക്കള മത്സരവും നടന്നു. സ്കൂൾ മാനേജർ P കമാൽ, പ്രിൻസിപ്പൽ ജയസുധ, PTA പ്രസിഡന്റ് ഷബാസ്മി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അറിയിപ്പുകൾ. ആശാപ്രവർത്തകർക്കായി 2014 ഉത്സവബത്തയും 2013 ഡിസംബർ വരെയുള്ള ഓണററിയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചതായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിച്ചു. ആശാപ്രവർത്തകർ ബാങ്കുമായി ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രധാന ചാലക ശക്തി അധ്യാപക വൃത്തിയെന്ന് MK രാഘവൻ MP. അധ്യാപക ദിനത്തിൽ KSTA പ്രതിഷേധം. സമ്പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെട്ട് BJPയും പോഷക സംഘടനകളും സമരം ശക്തമാക്കുന്നു. ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉപരോധിച്ചു. നഗരം ഓണാഘോഷത്തിൽ. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.